Hi everyone, so welcome to the current affairs session of today. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ഞാൻ ലൈവ് ചെയ്തിട്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എവിടെയോ ക്യാൻസലായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഇത് തന്നെയാണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. സോ ചെറുതായിട്ട് റുട്ടീനൊക്കെ തിരിച്ചു പിടിച്ച് കിട്ടിയിട്ടുണ്ട്. സോ റെഗുലറായിട്ട് ഇനി തൊട്ട് നമുക്ക് ഹിന്ദു പേപ്പറിൻ്റെ അനാലിസിസ് ചെയ്യാനായിട്ട് നോക്കാം. സോ ഇന്നത്തെ ന്യൂസാണ്. സോ ഇപ്പം 7:20 ആയിട്ടുണ്ട് സമയം. നമുക്കൊരു 1 അവറിന് അപ്പുറം നമ്മൾ ചെയ്യത്തില്ല. നമുക്ക് ന്യൂസസ് വേഗം തന്നെ നോക്കി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെപ്റ്റംബർ കലണ്ടറൊക്കെ വന്നിട്ടുണ്ട്. ആർക്കൊക്കെയാണ് എക്സാംസൊക്കെ ഉള്ളത്? എന്തായാലും SBCID CAT കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അത് മിക്കവാറും ഒക്ടോബറിൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതല്ലാണ്ട് തന്നെ സെപ്റ്റംബറിൽ നമുക്ക് മെയിൻസ് എക്സാം 2 ഉണ്ട്. അപ്പം അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കാം. സോ കറണ്ട് അഫെയർസ് എല്ലായിടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിക്ക് തന്നെ ഒന്ന് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഞാൻ ഫസ്റ്റ് എന്നും ചെയ്യുന്ന പോലെ തന്നെ ഐ എം ടേക്കിംഗ് ഓഫ് പീലിംഗ് ഈച്ച് ഓഫ് ദി ന്യൂസ് പേപ്പർ. അതിൽ ഞാൻ ആദ്യത്തെ പേജ് എടുത്തിട്ട് ബാക്കി ഞാൻ മാറ്റുവാണ്. എന്നിട്ട് നമുക്ക് നോക്കാം ഓരോരോ ന്യൂസായിട്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ്, റെയിൻ ട്രിഗേഴ്സ് ഫ്ലഡ്സ് ഇൻ അരുണാചൽ പ്രദേശ്. സോ ഇത് നമ്മുടെ ജോഗ്രഫി ക്ലൈമറ്റിക് കണ്ടീഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ന്യൂസാണ്. എൽനിനോയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അത് നമുക്ക് വേണമെങ്കിലൊന്ന് നോക്കാം. പാസ്പോർട്ട് നോട്ട് എ സിറ്റിസൺഷിപ്പ് ഡോക്യുമെൻറ്റ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒഫീഷ്യൽ എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നോക്കാം. ഇൻസ്പെക്ഷൻസ് ഇൻ ഇറാൻ സൂൺ സേസ് IAEA ചീഫ്. ന്യൂക്ലിയർ പ്രോഗ്രാമാണ്. ദെൻ റൈസിംഗ് വിമൻ ഓൺടർപ്രണേഴ്സ് ഇൻ അഫ്ഗാനിസ്ഥാൻ. ഇൻആക്സസിബിൾ വർക്ക് പ്ലേസസ് ഫോഴ്സ് വുമൻ ടു ഇന്നോവേറ്റ്. ഓക്കെ, ഇവിടെ എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വിമൻ ഓൺടർപ്രണേഴ്സിനെ പറ്റിയുള്ള അവരുടെ ഗ്രോത്ത് ഇൻ കരിയർ സെക്ടർ അതൊക്കെയാണ് നോക്കുന്നത്. പിന്നെ പറയുന്നത് സ്റ്റാർട്ടറിങ് ഇന്ത്യ ഫേസസ് ദ ബംഗ്ലാദേശ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ന്യൂസിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഒരു സമ്മറി പോലെ എന്തൊക്കെയാണ് ഈ ത്രൂ ഔട്ട് ന്യൂസ് പേപ്പർ നമുക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ളൊരു ഐഡിയ വി ഗോട്ട് ഫ്രം റീഡിങ് ത്രൂ ദിസ് വൺ കോളം. ഇനി നമുക്ക് വേറെ ന്യൂസസ് നോക്കുമ്പോൾ ആദ്യത്തെ ന്യൂസ് ഇവിടെ LDF ലോക്സ് ഹോൺസ് വിത്ത് UDF ഓർ PM ശ്രീ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ PM ശ്രീനെ പറ്റി, അതായത് കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീ അക്സെപ്റ്റ് ചെയ്തു. അവരുടെ ഭാഗമായിട്ടുള്ള സെൻറ്ററിൽ നിന്നുള്ള ഫണ്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം നമ്മുടെ ഇവിടെ ഇംപ്ലിമെൻ്റ് ആകുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ട് പുതിയ ഗവൺമെൻറ് UDF ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അനാലിസിസ് ചെയ്യാനും അതിൻ്റെ റിപ്പോർട്ട് ഒന്ന് തീരുമാനിച്ചിട്ട് അത് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ദ ഓപ്പോസിഷൻ LDF ആൻഡ് ദ റൂളിംഗ് UDF ഓൺ വെനസ്ഡേ ലോക്ഡ് ഹോൺസ് ഓവർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് PM ശ്രീ സ്കീം ഇൻ ദ സ്റ്റേറ്റ് വിത്ത് ബോത്ത് സൈഡ്സ് ടേക്കിംഗ് പോട്ട് ഷോട്ട്സ് അറ്റ് ഈച്ച്. സോ രണ്ടുപേരും എഗൻസ്റ്റ് ആണ്. ഒരാൾ PM ശ്രീ വേണം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, നോ പ്രൈവറ്റൈസേഷൻ ഇൻ മിനറൽസ് കോറിഡോർ. CM പറഞ്ഞു, the critical minerals corridor project mentioned in the revised budget does not involve privatization but will be implemented jointly by central and state governments. അപ്പോൾ റിവൈസ്ഡ് കേരള ബഡ്ജറ്റ് ഒന്ന് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ആ റിവൈസ്ഡ് ബഡ്ജറ്റ് ഓഫ് 2026-27 ഒന്ന് വായിക്കാം. അതിൽ മിനറൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മിനറൽസിൻ്റെ പ്രൈവറ്റൈസേഷൻ ആക്ച്വലി അവർ നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് സെൻട്രും സ്റ്റേറ്റും കൂടെ കമ്പൈൻഡായിരിക്കും ഇപ്പോഴത്തേക്ക് കറൻ്റ് നോക്കുന്നു എന്നുള്ളൊരു രീതിയിൽ അവരൊരു അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ warehouse collapse kills 5 workers in Kolkata. At least 18 people feared trapped under the debris after the under construction building came crashing down. Army joins rescue efforts. Bengal CM orders audit of construction sites under KMC. So it is a accident. നമുക്ക് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഇല്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ്. പ്രോഗ്രസ് മെയ്ഡ് ഇൻ US ട്രേഡ് ഡീൽസ് ഗവൺമെൻറ്. ഓക്കെ, അപ്പം യുഎസുമായിട്ടുള്ള ട്രേഡ് ഡീൽസ് ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഗവൺമെൻറ് പറയുന്നതായിട്ടാണ് പറയുന്നത്. സോ ലെറ്റ്സ് സി വാട്ട് ഈസ് ദ ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. വേറെ പേജിലായിട്ട് 2 ന്യൂസ് ഉണ്ട്. പേജ് 10ലും പേജ് 12 പീയൂഷ് ഗോയലായിരിക്കും എന്ത് ചെയ്യുന്നത്, UK വിസിറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം പറയുന്നുണ്ട്. US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് Jamieson Greer ended his 2-day visit to New Delhi after holding multiple meetings with Commerce Minister Piyush Goyal, during which they reviewed the core elements of the interim trade agreement as well as the broader bilateral trade agreement, the Union Commerce Ministry said on Wednesday. Mr. Greer and Mr. Goyal, Jamieson Greer എന്ന് പറയുന്നത് US-ൻ്റെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. അദ്ദേഹവും നമ്മുടെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിനിസ്റ്ററായ പീയൂഷ് ഗോയൽ സാറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ദേ ഹാവ് മെയ്ഡ് ഡിസ്കഷൻസ് ഓൺ ദി ട്രേഡ് പാറ്റേൺസ് അല്ലെങ്കിൽ ട്രേഡ് എഗ്രിമെൻറ്റ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. And Mr. Greer and Mr. Goyal conducted a comprehensive review of the
core BTA elements, including enhanced market access, digital trade, supply chain resilience, then reduction of non-tariff barriers, and expanded cooperation in strategic sectors. While both sides noted substantial progress made by negotiating teams in recent months on deals, a statement of by ministry fell short of mentioning any deadlines for either agreement. Now, CMRL case, ED gets copies of SFIO documents. CMRL case ഒരു purely political news ആണ്, അപ്പം അവിടെ വലുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ടാക്സ് റേറ്റ്സ് ഓൺ ലോ ആൽക്കഹോൾ ബെവറേജസ് വിൽ ബി ഡിസൈഡഡ് ബൈ UDF സതീശൻ. അപ്പോൾ നമ്മൾ പുതിയ നയങ്ങൾ ടാക്സിന് റിലേറ്റഡ് ടു ആൽക്കഹോൾ ഒക്കെ വരുന്നുണ്ട്. അത് CM സീസ് ദ ഗവൺമെൻറ് ലിക്വർ പോളിസീസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ ഓഫ് ദി UDF എന്നാണ് പറയുന്നത്. ബട്ട് ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസ് ആണെങ്കിൽ ഇത് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അറിയാൻ വേണ്ടി, കാരണം നമുക്കൊരു പൊതുവെ ഒരു ഐഡിയ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ആൻഡ് ദാറ്റ് ടു ഇൻ ദ ഫോം ഓഫ് ഗവൺമെൻറ്. അതായത് നമ്മളൊരു പൊളിറ്റിക്കൽ UDF ഗവൺമെൻറ്, LDF ഗവൺമെൻറ് അങ്ങനത്തെ ഒരു രീതിയിലല്ല നമ്മൾ നോക്കേണ്ടത്. വി വിൽ ഹാവ് ടു ലുക്ക് ഇൻ ദ ടേംസ് ഓഫ് ഇറ്റ്സ് എ ഗവൺമെൻറ് പോളിസീസ്. അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ പ്രോഗ്രസ് എന്താണ്, അതാണ് നമ്മൾ ആക്ച്വലി മാപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നത്. Okay, so amid mounting protest over the revised budget proposal to lower tax on low alcohol beverages, the CM indicated that final decision on the matter will be taken by the UDF. During his reply to the general discussion on revised budget in State Assembly, Mr. Sadishan said the state government's liquor policy is a political decision of the UDF. We will discuss with everyone. We will have a draft, discuss with all the front partners, and then we will decide. If the UDF favors the sale of low alcohol beverages, then these will be the tax rates. If the UDF decides not to sell, then they won't be sold. It is a political decision. So, opposition protest. Mr. Sadishan's remarks came amidst the protest raised by the opposition, which is LDF, and reservations expressed within the UDF. In the revised budget presented on June 19, the sales tax rate was pegged at 120% for alcoholic beverages with alcohol content ranging from 0.5% to 10% and 175% for products with alcohol strength of above 10 and up to 20. LDF in the policy, Mr. Sadishan said low alcohol beverages as a new category was notified by LDF government as part of its 2020-23 liquor policy. The present UDF government had merely fixed the tax rates. The LDF government had also amended the foreign liquor rules to facilitate the sale. Mr. Sadishan alleged that the LDF government had planned to fix the tax rate between 86 and 116%, the tax rates of beer and wine. The LDF government had also fixed a tax rate for foreign trade, foreign liquor, foreign meat, foreign liquor, which had alcohol content about 40 to 60%, that were way lower than of Indian made foreign liquor. The 120 to 175% now fixed by the UDF government, the CM said, are the highest for low alcohol beverages among the states. The LDF, which now exhibits a distress over liquor addiction, had increased the number of bars in the state from 28 when it came to power in 2016 to more than 900, he said. Okay, so just ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഈ ഒരു ന്യൂസ് വായിച്ചാണ്, അല്ലാതെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്കിത് ആവശ്യമില്ല കേട്ടോ. ബിശ്വാനന്ദ് സിൻഹ സെറ്റ് ടു ടേക്ക് ഓവർ ആസ് ന്യൂ ചീഫ് സെക്രട്ടറി. ന്യൂ അപ്പോയിൻമെൻറ്റ്സിനെ പറ്റി ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ക്യാബിനറ്റ് ഓൺ വെനസ്ഡേ അപ്പോയിൻറ്റഡ് സീനിയർ ബ്യൂറോക്രാറ്റ് ബിശ്വാനന്ദ് സിൻഹ ആസ് ദ നെക്സ്റ്റ് ചീഫ് സെക്രട്ടറി ഓഫ് കേരള. അപ്പോൾ നമ്മുടെ പുതിയ ചീഫ് സെക്രട്ടറി വരാൻ പോവാണ്. ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻ്റ് ആണ്, നോക്കിക്കൊള്ളുക. പുതിയ ചീഫ് സെക്രട്ടറിയുടെ പേര് ബിശ്വാനന്ദ് സിൻഹയാണ്. മിസ്റ്റർ സിൻഹ ഈസ് അറ്റ് പ്രസൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. 2 more years ഓഫ് സർവീസ് ലെഫ്റ്റ് ആണ്. നമ്മുടെ ജൂൺ 30 ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി റിട്ടയർ ആവുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ വളരെ ചുരുക്കം ദിവസങ്ങളല്ല, 5 ദിവസം കഴിയുമ്പോഴത്തേക്കും എ ജയതിലക് സാറ് എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടയർ ആവുന്നുണ്ട്. സോ അതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നത് പുതിയ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ. ഓക്കെ, ഇപ്പോൾ ഈ പേര് ഓർത്ത് വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ലേറ്റസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ ഇതിനകത്തൊന്ന് നോക്കി നോക്കാം. പിന്നെ ഇവിടെ ഒരു റെക്കമെൻഡേഷൻ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ശേഷാദ്രിനാഥിനെ
ഇലക്ഷൻ കമ്മീഷണറായിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെന്നുള്ളൊരു ശുപാർശയും കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ശേഷാദ്രിനാഥ് ആസ് എ നേറ്റീവ് ഓഫ് എറണാകുളം is a retired district judge. Previously, LDF government had in March the year recommended the governor to appoint Law Secretary KG Sanal Kumar. However, the governor did not take a decision on the recommendation, and Anil Kumar has been appointed the Lokayukta Special Government Pleader. The lapse in Bengaluru will be provided. Okay. It was also decided to provide Ashwin. ഇതോട്ട് അസോസിയേറ്റ് ചെയ്ത് കുറേ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് നമുക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതൊന്ന് നോക്കിയിരിക്കാം. 19 BJP councillors in Trivandrum Corporation sworn in again after HC invalidates oath of 20. 20 ആൾക്കാരുടെ ഓത്ത് ഹൈക്കോർട്ട് ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പം 19 പേരുടേത് BJP കൗൺസിലേഴ്സിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഫ്രഷ് ആയിട്ട് ഓത്ത് എടുത്തിട്ടുണ്ട്. ഒരാൾ പെൻഡിങ് ആണ്. സോ ദ കേരള ഹൈക്കോർട്ട് ഓൺ വെനസ്ഡേ ഡയറക്റ്റഡ് 20 councillors of BJP in Trivandrum Municipal Corporation and a Congress ward member of Vadakkanjeri Grama Panchayat in Palakkad to retake their oaths in the swearing in ceremony within 4 weeks. After that, 4 ആഴ്ച കഴിഞ്ഞാൽ after that the oath should be either in the name of God or a solemn affirmation. Okay. LDFിൻ്റെ പെറ്റീഷൻ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവിച്ചതെന്ന് വെച്ചാൽ അലോയിങ് എ പെറ്റീഷൻ ഫൈൽഡ് ബൈ LDF കൗൺസിൽ പാർട്ടിയിലിരുന്ന് ഇത് ഒരു പൊളിറ്റിക്കൽ ന്യൂസാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് റീഡിങ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് വേണ്ട. സോ ജസ്റ്റ് വായിക്കുന്നേ ഉള്ളൂ. ബിക്കോസ് ഇന്ന് നമുക്ക് കേരള ഗവർണൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ ക്ലാസ്സിൽ ചെയ്തപ്പോൾ ഇങ്ങനെ പല കറണ്ട് അഫയേഴ്സിൻ്റെ ന്യൂസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ന്യൂസ് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേണ്ട. ബട്ട് ലെറ്റ് മീ റീഡ് ഇറ്റ്. Allowing a petition filed by LDF Council Party leader in the Trivandrum Corporation, SP Deepak, the single bench of Justice PV Kunyikrishnan directed the state to make necessary arrangements to facilitate swearing in ceremony of the council again. Mr. Deepak had contended that since the oath taken by 20 councillors violated the provisions of Municipality Act. അപ്പം ഇത് ഇങ്ങനെ നീണ്ടു പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവർ മുനിസിപ്പാലിറ്റി ആക്ട് വയലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓൾ സബ്സിക്വൻറ്റ് ആക്ഷൻസ് ഓഫ് കൗൺസിലേഴ്സ് ഇൻ ദർ ഒഫീഷ്യൽ കപ്പാസിറ്റി വാസ് ഇൻവാലിഡ്. Councillors' stance എന്താണെന്ന് വെച്ചാൽ councillors had argued that they took the oath in the name of their belief that certain persons and deities are their god and so their oaths were valid. അപ്പം സാധാരണ ഓത്ത് എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഓർ എ സോളം അഫർമേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവർ ഒരു പ്രത്യേകം ഒരു ഡേറ്റിയുടെ പേര് അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഗോഡിൻ്റെ പേരെടുത്താണ് ചെയ്തത്, വിച്ച് ഇസ് എഗെയിൻസ്റ്റ് ദി മുനിസിപ്പാലിറ്റി ആക്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇൻവാലിഡ് ആയത്. പക്ഷേ അവർ പറയുന്നത് ഇറ്റ്സ് എ നെയിം ഓഫ് ഗോഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ അതുകൊണ്ട് അത് വാലിഡ് ആണെന്നുള്ള രീതിക്ക് അവർ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് എ കോൺട്രവേഴ്ഷ്യൽ തിങ്. പക്ഷേ ലീഗലി നോക്കുവാണെങ്കിൽ അത് ഹൈക്കോർട്ട് എന്ത് ചെയ്ത് ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ആഴ്ചക്കകത്ത് സാധാരണ എന്താണോ നമ്മുടെ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള അതുപോലെ ഓത്തെടുക്കുവാണെങ്കിൽ ഈ 20 പേർക്ക് ഓത്തെടുക്കാം, ഇല്ലെങ്കിൽ ഇവരെ മെമ്പർഷിപ്പിൽ നിന്ന് അവരെ റദ്ദാക്കി കളയുന്ന രീതിയാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഐ തിങ്ക് ദ റെസ്റ്റ് ഓഫ് ദി ന്യൂസ്. ബട്ട് ലെറ്റ് മീ go through it. Okay. The councillors had argued that they took the oath in the name of their belief that certain persons and deities are their god. So the court held that councillors' original oaths in the name of various deities, martyrs and political movements were invalid as per Kerala Municipality Act of 1994. ഇപ്പോഴും ഫോളോ ചെയ്ത 1994 ആക്ടാണ് കേട്ടോ, അത് ഓർത്ത് വെച്ചിരിക്കാം. അതുപോലെ ഇത് ആർക്കാന്ന് വെച്ചാൽ BJP കൗൺസിലേഴ്സ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയതായിട്ട് കയറാൻ പോയ BJP കൗൺസിലേഴ്സാണ് കേട്ടോ. ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസ് ആണെങ്കിൽ പോലും ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ നമുക്കിവിടെ എന്താണ് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓത്ത് ടേക്കിംഗ് ഓഫ് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ഓത്ത് ടേക്കിങ്ങിൽ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ആക്ച്വലി ചോദിക്കില്ല, പക്ഷേ ഇതുമായിട്ട് അസോസിയേറ്റ് ചോദിച്ചാൽ ഇവരുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഇവരെങ്ങനെയാണ് ഈ ഒരു സീറ്റിലേക്ക് വരുന്നത് ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് ഓഫ് 1994 പറയുന്നുണ്ട്. However, the court held that simply because the councillors committed an illegality during the oath-taking ceremony, their election cannot be set aside. Mandate of the people is supreme in democracy. While Deputy Mayor G.S. Asha Nath and Councillor R. Vinod took their oath in the name of Bharat Mata, some of the councillors took oath in the name of Balidanis, martyrs in Rashtriya Swayam Sevak Sangh Palans. Several of them took oath in the name of Sri Padmanabha Swami, while a few opted for Artugalama. So ഇതാണ് സംഭവം വന്നത്. ഡേറ്റീസിൻ്റെ പേരെടുത്തിട്ടാണ് അവർ ഓത്ത് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. പക്ഷേ ബാക്കിയുള്ളവർ ഇപ്പോൾ ഹൈക്കോർട്ട് ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ 4 ആഴ്ചക്കകത്ത് അവർ എടുത്തില്ലെങ്കിൽ അവർ റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരാൾ പെൻഡിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്പോർട്സ് ന്യൂസിൽ വൻഷിക ആൻഡ് ശിവ വിത്ത് വിൻ 10 meter എയർ പിസ്റ്റോൾ മിക്സ്ഡ് ടീം സിൽവർ. ഓക്കെ, മിക്സ്ഡ് ടീം സിൽവർ.
ആക്ച്വലി ഇങ്ങനെ ഈ സ്പോർട്സൊന്നും ആക്ച്വലി നമുക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. ആൻഡ് ഐ എം നോട്ട് മച്ച് എ ഫാൻ ഓഫ് സ്പോർട്സ്. ഇപ്പോൾ മേജറായിട്ടുള്ള സ്പോർട്സ് ന്യൂസ് മാത്രമേ ഞാൻ കവർ ചെയ്യുള്ളൂ. കാരണം ഇതെനിക്ക് ഒന്നാമത്തെ കാര്യം മനസ്സിലാവില്ല. ഇപ്പോൾ മേജറായിട്ടുള്ള സ്പോർട്സ് ന്യൂസ് ഫോളോ ചെയ്ത് വന്ന് ശീലമായിട്ട് ഐ വിൽ പ്രിഫർ ലുക്കിംഗ് ഇൻ ടു ദ minor sports news also. Teresa Gayatri duo advances as US Open Badminton. Shilema to lead Indian junior women's hockey team. Indian men's foil team secures Asian Games spot. Anand honored with SGFAI medal. Chess icon says he is proud to be a catalyst for the growth of the sport in India. Terms the award a recognition by his peers for real achievements. അപ്പോൾ ഇത് വിശ്വനാഥൻ ആനന്ദിന് ഓണർ ചെയ്തുകൊണ്ടുള്ള കൊടുത്ത ഒരു അവാർഡാണ്. സോ ദിസ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം നമുക്കറിയാം PSCയിൽ സ്ഥിരം അവാർഡ് കൊടുക്കുന്നവരും ഇപ്പോൾ വിശ്വനാഥ് ആനന്ദ് തന്നെ ഇപ്പം ആണ് ഇത് റിസീവ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് പേഴ്സണാലിറ്റി ഇറ്റ് സെൽഫ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അപ്പോൾ ഈ അപ്പോൾ ഈ ഒരു ന്യൂസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. വൈശാലി ഹാസ് എ റീസണബിൾ ചാൻസ് അഗെൻസ്റ്റ് ജു വെൻജുൻ ആനന്ദ് സേസ്. ഓക്കെ, ചാലഞ്ച് ഫോർ ദ വേൾഡ് ടൈറ്റിൽ ആസ് എൻ ഇമ്പോർട്ടൻറ്റ് മൂവ്മെൻറ്റ് ഇന്ത്യൻ വുമൻസ് ചെസ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോഴേ നമുക്ക് ഇവിടെ പറയാനുള്ളൂ. പക്ഷേ ഇത് നമുക്ക് വായിക്കാം. ഇന്ത്യ പിപ്സ് ശ്രീലങ്ക സീൽസ് വിമൻസ് അണ്ടർ-19 T20 സീരീസ്. ഓക്കെ, അഗെയിൻ ഇത് കഴിയുമ്പോൾ ഈ ടൂർണമെൻറ്റ് കഴിയുമ്പോഴുള്ളൊരു റിസൾട്ടാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. സോ ഈ ന്യൂസ് ഇപ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ കേരള റൗണ്ട് ഫോർമർ കിവി ഫാസ്റ്റ് ബൗളർ Bob Blair passes away, so not aware about it. NSK trophy from today. NSK trophy inter-district T20 tournament will. Okay, ചെറിയ കാര്യങ്ങളാണ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. സ്റ്റാൻഡ് ഓഫ് ബിറ്റ്വീൻ മണിക ആൻഡ് TTFI over her exclusion from Asian Games squad intensifies. Anushka, Devmeena and Jyoti book their Asiad kits. ഓക്കെ, അത്ലറ്റിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പേരുകളൊന്ന് ജസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്യണം, ബിക്കോസ് ഐ ഫെൽ ലൈക്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പലപ്പോഴും ഈ ആൾക്കാരെ തന്നിട്ട് അവർ ഏത് സ്പോർട്ടുമായിട്ട് അസോസിയേറ്റഡ് ആണെന്ന് ചോദിക്കാൻ. അപ്പോൾ അനുഷ്ക യാദവ്, ദെൻ ദേവ് മീന ആൻഡ് ജ്യോതി യാരാജി, ഇങ്ങനെ 3 പേര് അത്ലറ്റിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ആണ്. ദെൻ കമ്മിങ് ടു ദിസ് വൺ, ആനന്ദ് ഓണർ വിത്ത് SGFAI മെഡൽ. ഓക്കെ, സോ 5-time വേൾഡ് ചെസ് ചാമ്പ്യൻ. അപ്പം ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. 5 തവണ വേൾഡ് ചെസ് ചാമ്പ്യൻ ആയിരുന്നതാണ് വിശ്വനാഥൻ ആനന്ദ്. ദെൻ ഓണേർഡ് വിത്ത് ദി സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യാസ്. അപ്പം SGFI എന്ന് പറയുന്നൊരു മെഡലാണ്. അപ്പോൾ ഇത് ആരാണ് കൊടുക്കുന്നതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ. SGFI എന്താണ്? സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ SGFI medal is at a well-attended function at the Madras Cricket Club on Wednesday. Event was hosted in partnership with Tamil Nadu Sports Journalist Association. Anand, who is serving as the Deputy President of FIDE, joins an esteemed list of awardees that include Sunil Gavaskar, Vijay Amritraj, Prakash Padukone, PT Usha and Milkha Singh. Posthumously, the medal was presented to the 56-year-old by former India cricket captain and 1983 World Cup winner K. Srikanth. I am proud in a way to have been a catalyst for the growth of chess in India. This is a very much a recognition by my peers for real achievements and contributions. This is very special because it is hardcore. These are people who will appreciate you for what you did and not necessarily the impact it's had or anything else. Srikanth was at his witty best. Way back in 1985 or 1986, I played chess with Anand and that is my claim to fame. As usual, I got knocked out in 5 or 6 moves, but this is fine. Being the world champion in an individual sport, just imagine. He deserves a standing ovation. Okay, just അവരുടെ കോൺവെർസേഷൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, ഇതിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. പക്ഷേ ഈ മെഡലിൻ്റെ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ദിസ് വിൽ ആഡ് ടു ദ ന്യൂസ്. നമുക്ക് വിശ്വനാഥ് ആനന്ദിനെ പറ്റിയുള്ള പഴയ കാര്യങ്ങളും കൂടെ ഒന്ന് റിവിഷൻ ചെയ്ത് വെച്ചോണം എന്ന ഇൻഡിക്കേഷനാണ് ആ ന്യൂസ് തരുന്നത്. സോ ഇന്നത്തെ നമ്മൾ പൊളിറ്റിക്കൽ ന്യൂസ് സ്കിപ്പ് ചെയ്യാതെ അത് വായിച്ചതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈം പോയിട്ടുണ്ട്. ലൈക്ക് യൂഷ്വലി 2 ലീഫ് വായിച്ചു തീരുന്ന സമയമായിട്ട് ഞാനിപ്പോൾ 1 ലീഫ് പോലും തീർന്നിട്ടില്ല. ബട്ട് നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ പോവാം. ഇനി പനാമ ഔട്ട് ഓഫ് വേൾഡ് കപ്പ് ആഫ്റ്റർ നാരോ ലോസ് ടു ക്രൊയേഷ്യ. DR Congo's living statue fan makes his World Cup debut. England sets dubious distinction for the most goalless draws. Record for most goals. Okay, again Colombia overcomes. ഇത് ഫിഫ വേൾഡ് കപ്പിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. അതിന് ഫൈനൽ ആവുന്നവരെ നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയേണ്ടതില്ല. ഇംഗ്ലണ്ട് ലെഫ്റ്റ് ഫ്രസ്ട്രേറ്റഡ് ഇൻ എ ഗോൾലെസ് സ്റ്റെയിൽമേറ്റ്. മിസ്ഫയറിംഗ് ഇന്ത്യ മീറ്റ്സ് സ്പിരിറ്റഡ് ബംഗ്ലാദേശ് ഇൻ മസ്റ്റ് വിൻ ഗെയിം.
ഓക്കെ, ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, മാച്ചിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. സോ റീജിയൻ വൈസ് നോക്കുമ്പോൾ പവർ ഷെയറിംഗ് റോ പാർക്സ് ടേമോയിൽ ഇൻ പാലാ മുനിസിപ്പാലിറ്റി. പവർ ഷെയറിംഗ് റോ സ്പാർക്സ് ടേമോയിൽ എന്താണെന്ന് മനസ്സിലായില്ല, ഒന്ന് നോക്കി നോക്കാം. Barely a week after a fragile truce appeared to ease tensions with the UDF-led council in Pala municipality, power sharing dispute that has rocked the coalition seems poised to flare up once again. As per a power sharing agreement reached among the coalition partners, independent councillor and Congress rebel Maya Rahul is scheduled to step down as vice chairperson on June 26, which will pave the way for a Congress nominee to assume the post. However, sources indicate that Ms. Maya is unlikely to resign as planned. ഓക്കെ, സംതിങ് പൊളിറ്റിക്കൽ ന്യൂസാണ്, ശരിക്കും മനസ്സിലാവുന്നില്ല. വാട്ട് ഈസ് ദിസ് പവർ ഷെയറിംഗ് റോ? മേ ബി ന്യൂസിൽ നമുക്കൊന്ന് കേട്ട് നോക്കാം, അപ്പം മനസ്സിലാവും. സതീഷൻ റിലീസസ് ആന്തോളജി ഓഫ് എസ്സേസ് ബൈ ഫോമർ സിവിൽ സർവൻസ്. ഓക്കെ, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ബുക്കായിരിക്കും, ഒന്ന് നോക്കി നോക്കാം. ദ നീഡ് ഫോർ ഫ്രഷ് തിങ്കിങ് ഓൺ കേരളാസ് ഡെമോഗ്രാഫിക്, എക്കണോമിക് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചാലഞ്ചസ് കെയിം ടു ദ ഫോക്കസ് അറ്റ് ദ റിലീസ് ഓഫ് ദ കേരള ക്ലബ് Keepers of the Flame, a collection of essays by 29 retired civil servants in the city. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്. കേരള ക്ലബ്ബ് എന്ന് പറയുന്നത് കീപ്പേഴ്സ് ഓഫ് ഫ്ലെയിം എന്നാണ് ബുക്കിൻ്റെ പേര്. ഇറ്റ് വാസ് റിലീസ്ഡ് ബൈ വി ഡി സതീശൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കളക്ഷൻ ഓഫ് എസ്സേസ് ആണ്. 29 റിട്ടയേർഡ് സിവിൽ സർവൻസ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ദ ബുക്ക് പബ്ലിഷ്ഡ് ബൈ ബ്ലൂംസ്ബറി ഇന്ത്യ ആൻഡ് എഡിറ്റഡ് ബൈ ഫോർമർ ക്യാബിനറ്റ് സെക്രട്ടറി KM Chandrasekhar and former diplomat TP Srinivasan was released by CM VD Sadishan. First copy was received by Ashok Lahiri, Vice Chairman of Niti Ayog. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ അപ്പോയിൻമെൻറ്റുകൾ കിട്ടുന്നുണ്ട്. മിസ്റ്റർ ചന്ദ്രശേഖർ സെഡ് ദ വോള്യൂം വാസ് കൺസീവ് ടു preserve the wealth of knowledge and experience accumulated by senior civil servants over decades of public service. Mr. Sadishan said Kerala was undergoing significant demographic changes, including a shrinking youth population, increasing life expectancy and migration trends which demanded serious policy attention. Stressing the importance of updating knowledge systems, he said education and skill development should be aligned with changing global employment patterns. S.N. Raghunathan Nair, President of the Trivandrum Chamber of Commerce and Industry, proposed a vote of thanks. Chamber of Commerce and Industryയുടെ പ്രസിഡൻ്റാണ് S.N. രഘുനാഥൻ നായർ. അപ്പോൾ ഇവിടെ ബുക്കിൻ്റെ പേര് ദ കേരള ക്ലബ് എന്നാണ് കേട്ടോ, കേരള ക്ലബ് എന്നാണ്. 29 റിട്ടയർഡ് സിവിൽ സർവൻസ് ടുക്ക് പാർട്ട് ഇൻ ക്രിയേറ്റിംഗ് ദിസ് ബുക്ക്. ബ്ലൂംസ്ബറി ഇന്ത്യയാണ് ഇതിനെ പബ്ലിഷ് ചെയ്തത്. എഡിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് പ്രീവിയസ് ഡിപ്ലോമാറ്റ്സ് ഉണ്ട്. ഫോർമർ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ, പിന്നെ ഫോർമർ ഡിപ്ലോമാറ്റ് TP ശ്രീനിവാസൻ, ഇവർ രണ്ടുപേരും റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. പക്ഷേ ഒരു ഒറ്റ ഓതറല്ല, 29 സിവിൽ സർവൻസ് ചേർന്നിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് റിഗാർഡിങ് കേരളയുടെ എക്കണോമിക് ആൻഡ് ഡെമോഗ്രാഫിക് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് ഒരു ബുക്കാണ് ഇമ്പോർട്ടൻറ്റ്, നോക്കി വെച്ചിരിക്കാം. ഫ്രഷ് ഷോ ഡൗൺ അറ്റ് MGU ഓവർ സ്റ്റാഫ് റീഷഫിൾ. ഓക്കെ, അഗെയിൻ ഇത് അവരുടെ ഇൻറ്റേർണലായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇഫ് യു വോണ്ട് ടു നോ അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട്, ഒന്ന് വായിച്ചിരുന്നാൽ മാത്രം മതി. അല്ലാതെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കിതൊന്നും ആവശ്യമില്ല. പൊളിറ്റിക്കൽ ന്യൂസ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ ഫൈനലി നമ്മളങ്ങനെ ഫസ്റ്റ് ലീഫ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ടേക്ക് ദ സെക്കൻഡ് ലീഫ് ഓഫ് ദി ന്യൂസ് പേപ്പർ. ഓക്കെ, ഞാൻ വേറെ ന്യൂസ് നോക്കുന്നതിന് മുന്നേ ആക്ച്വലി ഈ ഒരു പൊളിറ്റിക്കൽ ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയുന്നതിനെപ്പറ്റി ഞാൻ ആക്ച്വലി വായിക്കുമായിരുന്നു. എന്തുകൊണ്ട് വായിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം മീൻസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് വി ആർ ലേണിംഗ് അബൌട്ട് കേരള ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സോ വി ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതൊക്കെ നമുക്ക് ഒരു ധാരണ കിട്ടാൻ ആക്ച്വലി ന്യൂസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ ഇവിടെ ആർബിട്രറി ആയിട്ടുള്ള ഒരു ആൾക്കാരെ മാറ്റുന്ന കേസ്, ദിറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് തിങ്. അത് പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ നിയമപരമായിട്ട് അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ, എനിക്ക് കറക്റ്റായിട്ട് ടെർമിനോളജി ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ബട്ട് ആഫ്റ്റർ സ്റ്റഡിങ് ഐ വിൽ
ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഓൾസോ. അപ്പോൾ അതൊക്കെ ഈ ന്യൂസിനകത്ത് ആക്ച്വലി കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാറ്റിക് ജി കെയുടെ ഭാഗം, അതായത് സ്റ്റാറ്റിക് ജി കെ എന്നല്ല, നമ്മുടെ ജനറൽ ജി കെ, കേരള ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്ന ഈ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്, റീഷഫ്ലിംഗ് നടക്കുന്നത്, ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. സോ ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി കണക്ട്. നമ്മൾ അതിൻ്റെ ആ സ്റ്റാറ്റിക് പാർട്ട് പഠിച്ചു കഴിയുമ്പോൾ ഈ ന്യൂസൊക്കെ വായിക്കും, ഓക്കെ ഇത് നമ്മളന്ന് പഠിച്ചാണ്, ഇത് ബേസ് ചെയ്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ആ കാര്യം ആക്ച്വലി ഒരു റിയൽ, നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും തിയറട്ടിക്കലായിട്ട് പഠിക്കുന്നതിനേക്കാളും അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളൊരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാകുന്നതാണ് എപ്പോഴും എളുപ്പം, അല്ലെങ്കിൽ ആ കാര്യം മനസ്സിലാക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ ദ സെയിം ഫോർ ഹിയർ. അപ്പോൾ ഞാൻ അങ്ങനെ വായിക്കുമായിരുന്നു. സോ ഐ ജസ്റ്റ് കംപ്ലീറ്റ് ആൻഡ് ദെൻ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ നെക്സ്റ്റ് ലീഫ് കേട്ടോ. Okay, so next let's take the second leaf. സോ ആദ്യത്തെ പേജിൽ ട്രിവാൻഡ്രത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ടൂറിസം സെക്ടർ ബീങ് prepped up ഫോർ ഇൻഡസ്ട്രി സ്റ്റാറ്റസ്. ഓക്കെ, ഇത് നമ്മുടെ ബഡ്ജറ്റ്, പിന്നെ എക്കണോമി, ഇൻഡസ്ട്രീസ് അങ്ങനത്തെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വായിക്കണം. SFI എഡ്യൂക്കേഷൻ അഗെയിൻസ്റ്റ് കേപ്പ് കോളേജ് ഫീ ഹൈക്ക് ടേൺസ് വയലൻറ്റ്. ഓക്കെ, സോ ഇതൊരു പൊളിറ്റിക്കൽ അല്ല, ഒരു ന്യൂസ് വിച്ച് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു അസ് ആക്ച്വലി. കേപ്പ് IHRD റൺ ചെയ്യുന്ന കോളേജസിന് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ലിക്വർ പോളിസി എസ്കലേറ്റ്. ഇപ്പോൾ കുറേ അത് പൊളിറ്റിക്കൽ റിലേറ്റഡ് ആണ്. ഓപ്പറേഷൻ തൂഫാൻ 16 ഹെൽഡ്. ഓക്കെ, ഓപ്പറേഷൻ തൂഫാൻ നമുക്കറിയാം ഡ്രഗ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു റീസെൻ്റ്ലി നമ്മുടെ കേരള പോലീസ് തുടങ്ങിയ ഒരു ഇതാണ്. അതിന് എൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദാറ്റ്. The Trivandrum City Police arrested 16 people for allegedly attempting to sell the banned tobacco products. The inspections were carried out in connection with the statewide anti-drug enforcement drive on Operation Tufan. The inspections were carried out by teams led by Deputy Commissioners of Police Anjali Bhavana and Deepak Dhankir under instructions by District Police Chief Arul RRB Krishna. Police seized banned tobacco products. Okay, just ഒന്ന് വായിച്ചതേ ഉള്ളൂ, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ സെൻറ്റർ urged to withdraw move to include inhabited areas in ESAs. അതായത് CPIM State Secretary has urged the central government to withdraw its move to include inhabited areas in the Western Ghats under the list of eco-sensitive areas. ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയുടെ ലിസ്റ്റിനകത്ത് വെസ്റ്റേൺ ഗട്ട്സിലുള്ള ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഏരിയയെ കൂട്ടണ്ട എന്ന് പറയുന്നു എന്നാണ് CPM സ്റ്റേറ്റ് സെക്രട്ടറി സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഏർജ് ചെയ്യുന്നത്. പക്ഷേ അത് കറക്റ്റ് ആണോ? വി ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാകുന്നത് നല്ല. കാരണം ഇൻഹാബിറ്റഡ് ആണെങ്കിലും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ആർ എക്കോളജിക്കലി സെൻസിറ്റീവ് അല്ലേ. ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് ഹിയർ ഓൺ വെനസ്ഡേ ദ പാർട്ടി ക്ലെയിംസ് ദാറ്റ് സെൻറ്റർ ഹാസ് റിജക്റ്റഡ് കേരളാസ് റിക്വസ്റ്റ് ടു എക്സ്ക്ലൂഡ് 31 villages entirely and 92 villages partially from proposed ESAs in ഇടുക്കി ആൻഡ് വയനാട് ഡിസ്ട്രിക്ട്. ഇടുക്കിയിലും വയനാട്ടിലുള്ള കുറേ വില്ലേജസ്, അതായത് 31 വില്ലേജസിനെ കംപ്ലീറ്റ്ലി മാറ്റാനും 92 വില്ലേജസിനെ പാർഷ്യലി മാറ്റാനും ആ ലിസ്റ്റിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഫൈനൽ നോട്ടിഫിക്കേഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഇഷ്യൂഡ് സൂൺ. പക്ഷേ അത് സെൻറ്റർ ആ ഒരു റിക്വയർമെൻറ്റ് തള്ളി എന്നാണ് പറയുന്നത്. ദ CPM സ്റ്റേറ്റഡ് ദാറ്റ് പ്രീവിയസ് LDF ഗവൺമെൻറ് ഹാഡ് ടേക്കൺ സ്റ്റെപ്സ് ടു അഡ്രസ് ദ കൺസേൺസ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ഹൈ റേഞ്ച് regions by recommending that only forest areas be included within ESA boundaries while protecting inhabited areas, agricultural land and plantations. The state government had submitted its recommendations to the Central Expert Committee following a detailed study conducted by district level scrutiny committee chaired by district collector and comprising experts including officials from the forest department. Recommendations were also based on views of people in agriculture sector. അപ്പം ഇതിൻ്റെ ഇത് അപ്ഡേറ്റ്സിന് വരുമായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പോഴൊന്ന് ഫോളോ അപ്പ് ചെയ്യാം ഈ ന്യൂസ്. കാരണം എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺസ് നമുക്കറിയാം, മുണ്ടക്കയത്തൊക്കെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ മുന്നേ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദ ഇൻഹാബിറ്റേഷൻ ഓഫ് പീപ്പിൾ ഇൻ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസ് ആർ വെരി ക്രിട്ടിക്കൽ. കാരണം പിന്നീട് ഒരു ഡിസാസ്റ്ററായിട്ട് മാറാനാണ് അത് ചാൻസ് വരിക. അപ്പോൾ നമ്മൾ കൂടുതലും എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺസ്, ബയോഡൈവേഴ്സിറ്റി ഹൈ ആയി നിൽക്കുന്ന വെസ്റ്റേൺ ഗട്ട്സ് പോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. സോ ദാറ്റ് ഈസ് ജസ്റ്റ് മൈ വ്യൂ പോയിൻറ്റ്.
എൻ്റെ നോളജ് എന്ന് പറയുന്നത് ഇതിൽ വളരെ ലിമിറ്റഡ് ആണ്, പക്ഷേ ഒരു ജനറൽ കോമൺ സെൻസിൽ ആലോചിക്കുമ്പോഴൊരു ഇതേ ഉള്ളൂ. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഡീപ്പർ ഇൻ ടു ഇറ്റ്. അത് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ടൂറിസം സെക്ടറിനാണ് ബീങ് പ്രെപ്ഡ് ഫോർ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് പ്രിപ്പയറിംഗ് എ ഫ്രെയിംവർക്ക് ടു ഇംപ്ലിമെൻറ്റ് ദ പ്രൊപ്പോസൽ അനൗൺസ്ഡ് ഇൻ ദ റീസെൻറ്റ് സ്റ്റേറ്റ് ബഡ്ജറ്റ് ടു ഗ്രാൻഡ് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ടു കേരള ടൂറിസം സെക്ടർ. അതായത് കേരളത്തിന് ടൂറിസം സെക്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ ഒരു എക്കണോമിയിൽ. അപ്പോൾ അതിനൊരു പ്രത്യേകം ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കാൻ, ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുക്കാൻ ടൂറിസം സെക്ടർ എന്താണ് ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ പോവുകയാണ്. അഡ്രസ്സിംഗ് എ പ്രസ് കോൺഫറൻസ് ഹിയർ ഓൺ വെനസ്ഡേ ഇൻ കണക്ഷൻ വിത്ത് ദ കണ്ടക്ട് ഓഫ് 13th edition of Kerala Travel Mart KTM in September, he said KTM can serve as a major platform to reposition and strengthen Kerala's tourism brand in an increasingly competitive global market, stating that Kerala tourism competes with other countries, not with Indian states. അപ്പം നമ്മുടെ ടൂറിസം സെക്ടർ എത്രത്തോളം വിപുലമാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കേരള ടൂറിസം വേഴ്സസ് ഇൻ്റർനാഷണൽ ടൂറിസമാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് ദി ടൂറിസം ഓഫ് അതർ സ്റ്റേറ്റ്സ്. സോ ഇറ്റ് മേക്സ് ഇറ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാക്കി മാറ്റുന്നുണ്ട്. The minister stressed the need to rebrand Kerala's Ayurveda and wellness tourism offerings to ramp up their relevance and appeal. The inbound tourist arrivals to Kerala have continued to grow despite the conflict in West Asia. He also said that there was a steady rise in visitors from Arab countries to Kerala, many of whom are drawn to Kerala's monsoon tourism experiences. For again, ഞാൻ ഇനി ഇതിൽ കൂടുതൽ വായിക്കുന്നില്ല. ദർ ആർ ഫാക്ടേഴ്സ് ഓർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഹിയർ. പക്ഷേ അതൊരു ഡെസ്ക്രിപ്റ്റീവ് എക്സാം പേപ്പർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കേട്ടോ, അല്ലാതെ നമുക്ക് വലിയ യൂസൊന്നും ഇല്ല ഇതിൽ. സോ ഐ എം ഗോയിങ് ടു ദി ബാക്ക് പേജ്. വേൾഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? റുബിയോ കമ്മിറ്റ്സ് ടു UAE സെക്യൂരിറ്റി ഡ്യൂറിങ് ഹിസ് ടൂർ ഓഫ് ദി ഗൾഫ് നേഷൻസ്. കിം അൺവീൽസ് പ്ലാൻസ് ഫോർ 10,000 ton warships nuclear navy in North Korea. ഇപ്പോൾ നോർത്ത് കൊറിയ വിൽ എക്യുപ്പ് ഇറ്റ്സ് നേവി വിത്ത് ന്യൂക്ലിയർ വെപ്പൺസ് എന്നാണ് പറയുന്നത്, ആൻഡ് ബിൽഡ് ലാർജർ വാർഷിപ്സ്, leader Kim Jong-un said, according to state media on Wednesday. Mr. King made his remarks at commissioning of the Koi Hyon, one of the two 5,000 ton class warships launched last year in their port city of Nampo on Tuesday. French government confirms Ebola virus in doctor who worked in Congo. ഇപ്പം എബോള കോങ്കോയിൽ നിന്നിപ്പോൾ ഫ്രാൻസിലെത്തിയിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാൻ കോർട്ട് സെൻറ്റൻസസ് ബലൂചിസ്ഥാൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ടു ലൈഫ് ഇംപ്രിസൺമെൻറ്റ്. Inspections in Iran will go ahead working on modalities, says Grossi. Iran has not allowed IAEA to return to its most sensitive nuclear site since attacks by the US and Israel in June last year. Memorandum of Understanding states that activities to be carried out with regards to nuclear material will be supervised by IAEA, says UN watchdog. US Senate passes a symbolic Iran war rebuke to Trump. Nuclear weapons the only guarantee against a global war is what who is saying? Dmitry Peskov. Oh, nuclear only. Ukrainian strikes knockout power in Sevastopol in Crimea. China's technology advancements opportunity for world, not a threat. Okay. Okay, so ഞാനൊരു 2 minutes break എടുക്കുവാണ്. I will take a break and come back. I will drink some water and will be right back. Okay.
ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ന്യൂസ്. അപ്പോൾ വേൾഡിൻ്റെ ന്യൂസിൽ നമുക്ക് കൂടുതലും ഈ ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ ചൈനയുടെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ന്യൂസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഇപ്പോൾ എന്തെങ്കിലും അറിയേണ്ടത്തക്ക രീതിയിലുള്ള ഒരു കാര്യം വരുവാണെങ്കിൽ നമുക്ക് ഓർത്ത് വെച്ചേക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കൊറിയയുടെ കേസിൽ അവരും ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, വാർഷിപ്സ് അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ അവർ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്, നോട്ട് ജസ്റ്റ് ബിൽഡിംഗ്, ഇറ്റ്സ് കംപ്ലീറ്റഡ്. പിന്നെ ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റി ഒരു ഗ്ലോബൽ വാർ നടക്കാതിരിക്കാൻ ന്യൂക്ലിയർ വെപ്പൺസ് ആണ് ഒരേ ഒരു ഗ്യാരണ്ടി എന്നുള്ളൊരു രീതിക്കാണ് ഇവിടെ പറയുന്നത്. സോ ദേ ആർ ദി ഓൺലി ബുൾവാർക്ക് പ്രിവെൻറ്റിംഗ് ദ വേൾഡ് ഫ്രം സ്ലിപ്പിംഗ് ഇൻ ടു എ ഗ്ലോബൽ വാർ, ദ ക്രെംലിൻ സെഡ് on Wednesday, amid fears of a fresh multi-country arms race. The last nuclear arms control treaty between Russia and the United States was New Start expired in February, releasing restrictions on world two largest nuclear powers. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ചൈനയുടെ ടെക്നോളജിയുടെ കാര്യം പറയുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ചൈനാസ് പ്രീമിയർ ലീ ക്വാങ് ഓൺ Wednesday defended the country's technological advancements as an opportunity for the world rather than a threat. Mr. Lee also said the country's heavy state subsidies were not the main reason for the rapid rise of high-tech industries. Okay, അവിടെ നിന്ന് വലുതായിട്ട് നമുക്ക് കിട്ടാൻ പോയിൻ്റൊന്നും ഇല്ല. ആക്ച്വലി വേൾഡ് റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. പിന്നെ ഈ ന്യൂസൊക്കെ ഫോളോ ചെയ്താണെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗോ ത്രൂ ഇറ്റ്. നൗ എനിക്കത് വേണ്ടാത്തതുകൊണ്ട് ഐ ആം ഗോയിങ് ഇൻസൈഡ് ദ പേജസ്. കേരളത്തിലെ മൾട്ടി ലെയർ ഡിഫൻസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. ഫോറസ്റ്റ് മിനിസ്റ്റർ ഷിബു ബേബി ജോൺ had said the government is working on creating a comprehensive multi-layer protective barrier mechanism in high-risk areas to tackle growing threat of human-wildlife conflict. The proposed defensive system, he informed the Assembly on Wednesday, would comprise AI-based surveillance and early warning tools followed by hanging fences and, where necessary, stronger defensive structures. Mitigation strategy. Replying to questions raised during question hour, Mr. John said the Forest Department is focused on a containment and mitigation strategy with priority on preventing wild animals from venturing into human settlements while minimizing the impact of conflicts when they occur. The strategy also aimed at keeping wild animals within forest habitats by improving food and water availability inside the forest. അപ്പോൾ ഇവിടെ ഒരു റെമഡി കൂടി ഇവർ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി ആയിട്ട്. നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ന്യൂസിൽ വരുന്നതാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ് വരുന്നത്. സോ അതുണ്ടാകുമ്പോൾ മിക്കവാറും പ്രശ്നം വരുന്നത് ഹ്യൂമൻസിനാണ്, ഹ്യൂമൻസിൻ്റെ ലൈഫ് നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും വൈൽഡ് ആനിമൽസ് അവരുടെ ഫോറസ്റ്റ്, അവരുടെ ഹാബിറ്ററ്റിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. പക്ഷെ നമ്മൾ അവരുടെ സ്ഥലങ്ങൾ കയ്യേറുമ്പോഴാണ് അവർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹാബിറ്റാറ്റ്സിൽ തന്നെ വാട്ടർ, ഫുഡ് എല്ലാം അവിടെ കിട്ടുന്നുണ്ട്, നല്ലൊരു ഫോറസ്റ്റ് സ്പേസ്, നല്ലൊരു ഹാബിറ്റാറ്റ് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ തന്നെ ഇതിൻ്റെ ഒരു പകുതി പ്രശ്നം സോൾവ് ചെയ്യും. ഓൾസോ ഇഫ് എൻ എൻകൗണ്ടർ ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്, അതിൻ്റെ സിവിയറിറ്റി കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും നോക്കണമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ദ സ്ട്രാറ്റജി ഓൾസോ എയിംഡ് അറ്റ് കീപ്പിംഗ് വൈൽഡ് ആനിമൽസ് വിത്തിൻ ഫോറസ്റ്റ് ഹാബിറ്ററ്റ്സ്. ഓക്കെ, അത് പറഞ്ഞു. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു മിസ്റ്റർ ജോൺ, സെവറൽ ഇന്നോവേറ്റീവ് ഡിറ്ററൻറ്റ് മെഷേഴ്സ് വെയർ ബീങ് examined, including technologies that mimic the buzzing sound of bees and exploiting of elephants' natural fear of bee swarms. However, field experiments have shown that elephants eventually adapt to such systems and even destroy the equipment. The scenario emphasized the need for integrated solutions rather than standalone interventions. അപ്പോൾ ഇവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരേണ്ട ഒരു കാര്യമായിട്ടാണ് ഇവരിത് പറയുന്നത്. അതിൽ ഒരെണ്ണം ഇവർ ട്രൈ ആൻഡ് ടെസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസിങ് സൗണ്ട് ഓഫ് ബീസ് കേൾപ്പിച്ചു കൊടുക്കുക. അതായത് നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഇവർ ഹ്യൂമൻസ് ഉള്ള സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ബീസിൻ്റെ സ്വാം ഓഫ് ബീസിൻ്റെ സൗണ്ട്, ബസിങ് സൗണ്ട് കേൾപ്പിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിരിക്കും. ഇത് കേട്ട് അവർക്കൊരു ഫിയർ ഉണ്ടാകുമ്പോൾ അവർ തിരിച്ചു പോകുമെന്നുള്ളൊരു ഇതാണ്. പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ഇവരുടെ ഫിയർ വിത്ത് ടൈം ഇത് അഡാപ്റ്റ് ചെയ്ത് അവർ മുന്നോട്ട് പോകും. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സിനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, പ്രത്യേകിച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. പെറ്റീഷൻ ചാലഞ്ചിങ് വേണുഗോപാൽസ് വിൻ ഇൻ ലോക്സഭ പോൾസ് റിജക്റ്റഡ് ബൈ ഹൈക്കോർട്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോഴും എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ കേരള അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ്, ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ് മീ റീഡ് അറ്റ്ലീസ്റ്റ് 1 or 2 ഓഫ് ദിസ്
The Kerala High Court on Wednesday rejected an election petition filed by Communist Party of India Marxist CPM leader A.M. Arif that challenged the victory of K.C. Venugopal of Congress from Alappuzha constituency in 2024 Lok Sabha elections. Justice G. Girish held that petition cannot be entertained since the contentions made by the petitioner did not fulfill requirements for allegation of corrupt practices under the Representation of People's Act 1951. Representation of People's Act 1951. In his petition, Mr. Arif, who was a rival candidate, alleged that Mr. Venugopal had engaged in corrupt practices such as appealing to voters on discriminatory grounds, promoting enmity between voters, and making false claims regarding, again, very petty things, political news and so on. State mulcts a special post-crash team to probe major accidents. ഓക്കെ, അത് നമുക്ക് വായിക്കാം. അതിന് മുന്നേ ഈ ഒരു ന്യൂസ്, നോ പ്രൈവറ്റൈസേഷനും ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ പ്രൊജക്റ്റാണ്. പ്രൊജക്ട് വിൽ ബി ഇംപ്ലിമെൻറ്റഡ് വിയ കൺസോർഷ്യം ഓഫ് കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഇമ്പോർട്ടൻറ്റ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ട്രാവൻകൂർ ടൈറ്റേനിയം പ്രൊഡക്ട്സ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റർ. ഇത്രയും പേര് ചേർന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. പ്രൈവറ്റ് എൻറ്റിറ്റീസിനെ ആരെയും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ദ ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ പ്രൊജക്ട് മെൻഷൻഡ് ഇൻ നമ്മുടെ റിവൈസ്ഡ് ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ വീണ്ടും പറയുന്നത്, റിവൈസ്ഡ് ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചിട്ടില്ലാത്തവർ, യൂട്യൂബിൽ വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, അതെങ്കിലും ഒന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇംപ്ലിമെൻറ്റേഷൻ ജോയിൻ്റ്ലി ബൈ സെൻട്രും സ്റ്റേറ്റും കൂടെ ചേർന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പറഞ്ഞത് കോൾ ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, പിന്നെ കേരളത്തിൻ്റെ കേരള മിനറൽ ആൻഡ് KMML ഉണ്ട്, അതായത് മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, പിന്നെ TTP ട്രാവൻകൂർ ടൈറ്റേനിയം പ്രൊഡക്ട്സ് ആൻഡ് നോൺ ഫെറസ് മെറ്റീരിയൽസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ഞാൻ ഈ ഒരു സെൻറ്റർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത്, the project will be implemented through a consortium consisting of Coal India Limited. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. Then there is no mining, only value addition. ഓക്കെ, ഇവിടെ മൈനിങ്ങിനെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, മിനറൽസിൻ്റെ മിനറൽസ് കോറിഡോർ പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവിടെ മൈനിങ് ഇല്ല, വാല്യൂ അഡിഷൻ മാത്രമാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഡിസ്ക്രൈബിംഗ് ദ ചാർജ് ദാറ്റ് ദ ക്രിട്ടിക്കൽ മിനറൽ സെക്ടർ വുഡ് ബി പ്രൈവറ്റൈസ്ഡ് ആസ് എ ഫാബ്രിക്കേറ്റഡ് ടീൽ. Mr. Sadishan's clarification of the project, a flagship initiative in the revised budget presented on June 9, came as part of counter to 100 കോടി രൂപ റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. മിസ്റ്റർ സതീശൻ സെഡ് ഇറ്റ്സ് ഗവൺമെൻറ് ഡിഡ് നോട്ട് ഇൻറ്റൻഡ് ടു പ്രൈവറ്റൈസ് എനി പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ പ്രൈവറ്റൈസേഷൻ അവർ കാണുന്നില്ല. ഈസ് ദെയർ എ സിംഗിൾ സെൻറ്റൻസ് ഇൻ ദ ബഡ്ജറ്റ് ദാറ്റ് സേസ് എനി പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി പ്രൈവറ്റൈസ്ഡ്? ഒന്നിനെ പ്രൈവറ്റൈസ് ചെയ്യുന്ന കാര്യം അവർ പറയുന്നില്ല. ദെൻ ഇപ്പോൾ KSRTC, KSCB, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇൻറ്റു പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റീസ് ആയിട്ട് മാറ്റുന്നത്. അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് അവർ കൊണ്ടുവരും, അല്ലാതെ പ്രൈവറ്റൈസ് ചെയ്യുന്നതിനോട് അവർക്ക് വലിയ താല്പര്യം ഇല്ല എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. ദെൻ പ്രൈവറ്റ് അറ്റ് ദ സെയിം ടൈം UDF ഗവൺമെൻറ് എൻവിഷൻഡ് എ ന്യൂ ഡെവലപ്മെൻറ്റ് മോഡൽ വിത്ത് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വേർ എവർ പോസിബിൾ. ഓക്കെ, എല്ലായിടത്തും അല്ല, പോസിബിൾ ആയിട്ടുള്ളിടത്ത് അവർ ചെയ്യും. ആഡിങ് ദറ്റ് സ്റ്റേറ്റ് നീഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമുക്കറിയാം കടത്തിലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞൊരു ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വി നീഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓൺ ദി സ്റ്റേറ്റ്സ് ഫൈനാൻസസ്. CM intended to fill the treasury without imposing additional tax burden on people. ടാക്സ് കൂട്ടിയിട്ടല്ല നമ്മുടെ ട്രഷറിയുടെ കാശ് കൂട്ടുക എന്നാണ് അവർ പറയുന്നത്, അവർ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വുഡ് ബി ഡൺ ത്രൂ പ്രോപ്പർ ഫൈനാൻഷ്യൽ and tax management, public plugging tax leak and invigorating the economy. കേൾക്കുമ്പോൾ വളരെ നല്ല എക്കണോമിക് റീഫോംസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓൾസോ അക്യൂസ് ദ പ്രീവിയസ് LDF ഗവൺമെൻറ് ഓഫ് ഷിഫ്റ്റിംഗ് ദി ഡെപ്റ്റ് ബർഡൻ ഓഫ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എമൗണ്ട് ടു 17,175 crore ഓൺ ടു ദ ന്യൂ ഗവൺമെൻറ്റ്സ് ഷോൾഡേഴ്സ്. ഒരു വലിയ എമൗണ്ട് ഓഫ് ഡെപ്റ്റാണ് പുതിയ ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. അക്യുമുലേറ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് 16 months ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി പേഴ്സൺസ് വാസ് നൗ ഓൺ. അപ്പോൾ ഇതിൽ ആക്ച്വലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതിൽ നമ്മൾ വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന സാധാരണയായിട്ട് കുറച്ച് ഫണ്ടുകൾ ഇവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടുന്നതൊക്കെ ഏത് ഫണ്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ദർ വാസ് സംതിങ് വിച്ച് വാസ് മെൻഷൻ. അത് മെയിനായിട്ടും യൂസ് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർ അസറ്റ് ക്രിയേഷൻ. പക്ഷെ പകരം നമ്മുടെ പഴയ ഗവൺമെൻറ് എന്താണ്, കടങ്ങൾ തീർക്കാനും അവരുടെ എക്സ്പെൻസസിന് വേണ്ടിയിട്ടാണ് അവർ ആ മേടിച്ച പണം യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നേരെ തിരിച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ക്രിയേഷൻ കിട്ടുന്ന അവർക്ക് പ്രോഫിറ്റും ഉണ്ടായേനെ, അവരുടെ എക്സ്പെൻസസും കടങ്ങളും അതിൽ നിന്ന് തീർന്നു പോയേനെ, അറ്റ് ദ സെയിം ടൈം അസറ്റ്സ് ഡെവലപ്പ് ചെയ്തേനെ. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് ഇന്നലത്തെ ആർട്ടിക്കിൾ, ഐ തിങ്ക് ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ എവിടെയും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു.
State mults special post crash team to probe major accidents. State government is planning to constitute a post crash investigation team with the objective of finding out real causes of major road accidents in the state. അപ്പോൾ ഇത് ഒരു മേജർ റോഡ് ആക്സിഡൻറ്റ്സ് നടക്കുന്നതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ പോസ്റ്റ് ക്രാഷ് ടീം എന്ന് പറയുന്നത്. ഡിസിഷൻ വാസ് ടേക്കൺ ബൈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദ വേക്ക് ഓഫ് ദ റീസെൻറ്റ് ട്രാജിക് ഇൻസിഡൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ലേറ്റസ്റ്റ് കൊട്ടാരക്കര ടിപ്പർ ലോറി ആക്സിഡൻറ്റും the transport department has reportedly directed the formation of special team comprise RT officials and now police inspectors, PWD national highway engineers, national transport planning and research center NAT PSC officials ഉണ്ടാവും. ഇവരൊക്കെ അടങ്ങുന്ന ഒരു ടീമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. റിവൈസ്ഡ് ബഡ്ജറ്റ് ഗവൺമെൻറ് മേക്സ് അഡീഷണൽ അലോക്കേഷൻ ഓഫ് 300 crore. ഗവൺമെൻറ് സെറ്റ് ടു എക്സാമിൻ ദ റിപ്പോർട്ട് ഓഫ് JB കോശി കമ്മീഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ്സ് റെക്കമെൻഡേഷൻസ്. കമ്മീഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. റീസെൻ്റ്ലി ഉണ്ടാകുന്ന കമ്മീഷൻസ് അത്ര എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു കമ്മീഷൻ അവർ രൂപീകരിച്ചു, അതെന്താണ് ചെയ്യുന്നത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്ത് അവരുടെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓർ ഔട്ട്കം ഓഫ് ഇറ്റ്, ഇതെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കമ്മീഷൻസൊക്കെ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം പെർസ്പെക്റ്റീവിൽ നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. സോ വി ഹാവ് ടു ബി വെരി ഫോക്കസ്ഡ് അബൌട്ട് ദാറ്റ്. അപ്പോൾ കമ്മീഷൻസ് ഇവിടെ ഇവരൊരു കമ്മീഷൻ ഫോം ചെയ്തത് ഗവൺമെൻറ് JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ എക്സാമിൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ JB കോശി കമ്മീഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. ഇതുപോലെ ഒരുപാട് കമ്മീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ദിസ് ഈസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല, ബട്ട് ഐ ഹാവ് ടു റീഡ് അബൌട്ട് ഇറ്റ്. അറിയാത്തത് കൊണ്ടൊന്ന് വായിച്ചു നോക്കാം. CM announced additional allocation in the revised budget amounting to little over 300 കോടിയാണ് അഡീഷണൽ അലൊക്കേഷൻ പറയുന്നത്. എന്തിനാണ്? ഓൾസോ അനൗൺസ് ദാറ്റ് ഗവൺമെൻറ് വിൽ എക്സാമിൻ ദ റിപ്പോർട്ട് ഓഫ് JB കോശി കമ്മീഷൻ അപ്പോയിൻറ്റഡ് ടു സ്റ്റഡി എഡ്യൂക്കേഷണൽ എക്കണോമിക് ആൻഡ് വെൽഫെയർ ഇഷ്യൂസ് ഓഫ് ക്രിസ്ത്യൻ മൈനോറിറ്റീസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദി റെക്കമെൻഡേഷൻസ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി. JB കോശി കമ്മീഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ എക്കണോമിക് വെൽഫെയർ ഇഷ്യൂസാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ക്രിസ്ത്യൻ മൈനോറിറ്റീസാണ് അവർ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടുള്ളത്. അത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അഡീഷണൽ അലൊക്കേഷൻ ഓഫ് 100 crore ഹാസ് ബീൻ അനൗൺസ്ഡ് ഫോർ ദ ഇൻഡസ്ട്രീസ്, IT, ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് AI. Mr. Sadishan informed the State Legislative Assembly. The General Education Department will receive an additional 50 crore. Okay, General Education 50 കോടിയാണ് പറയുന്നത്. Among the other allocations, Excise Departmentന് 5 കോടി പറയുന്നുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. പിന്നെ 1 കോടി രൂപ ഇയർമാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫോർ ബിൽഡിംഗ് എ മെമ്മോറിയൽ ടു വെറ്ററൻ കമ്മ്യൂണിസ്റ്റ് ആൻഡ് ഫോർമർ മിനിസ്റ്റർ KR Gauri at Arur. Okay, Assembly to convene 3-day general discussion on revised budget concluded on Wednesday. അത് ഇന്നലെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ദ അസംബ്ലി വിൽ കൺവീൻ നെക്സ്റ്റ് വീക്ക് ഫോർ ഡിസ്കഷൻ ഓൺ ഡിമാൻഡ്സ് ഫോർ ഗ്രാൻഡ്സ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫൈനാൻസ് ആൻഡ് അപ്രോപ്രിയേഷൻ ബിൽസ്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ said. Former Supreme Court Judge KT Thomas, who was conferred with Padma Vibhushan, was inadvertently mentioned as receiving Padma Bhushan in the caption accompanying picture. ഓക്കെ, ഇന്നലെ നമ്മൾക്ക് പത്മ അവാർഡ്സിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ KT തോമസ് നമുക്ക് അറിയാം ജഡ്ജിൻ്റെ കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയിട്ട് പത്മവിഭൂഷണാണ് കിട്ടിയത്. പക്ഷേ അത് തെറ്റായിട്ട് പത്മഭൂഷൺ എന്നാണ് കൊടുത്തിരുന്നത്. സോ അത് എറർ അവർ തിരുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോണം. പത്മ അവാർഡ്സ് കൂടെ എടുത്ത് പഠിക്കാനുണ്ട് കേട്ടോ, അത് പഠിച്ചേക്കാം. Flipkart minutes Amazon now scale up operations. ISP to be released with 60-day lag with base year 2024-25. Investors may move to safer bets on structural challenges. Goyal to visit UK to review preparedness for trade deal rollout. Adani to either outsource non-core. ഇതിൽ എനിക്ക് ആക്ച്വലി 1-2 ആർട്ടിക്കിൾസ് ഇഷ്ടപ്പെട്ടു. ഒന്ന് MSMEയുടേത് പറയുന്നുണ്ട്. സോ MSME ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ എക്കണോമി ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഒക്കെയാണ്. അപ്പോൾ ഇതൊന്ന് വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ AI കോഡിംഗ് കോസ്റ്റ് ക്രോസ് ഡെവലപ്പർ പേ സംതിങ്, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. UPIയുടെ എന്തോ ഒരു പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിച്ച് ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. അഡാനി ടു ഇതർ ഔട്ട്സോഴ്സ് നോൺ കോർ ആക്ടിവിറ്റീസ് ഓർ മൂവ് ടു GCC. അദാനി ഈസ് വൺ ഓഫ് ദ മേജർ പ്ലെയേഴ്സ് ഇൻ ഇന്ത്യൻ എക്കോണമി റൈറ്റ് നൗ. അപ്പോൾ നമുക്ക് അവരുടെ അഡ്വാൻസ്മെൻറ്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇൻവെസ്റ്റേഴ്സ് ആർ മൂവിങ് ടു സേഫർ ബെറ്റ്സ് ഓൺ സ്ട്രക്ചറൽ ചാലഞ്ചസ്.
എക്കണോമിക് ഗ്രോത്ത് ആൻഡ് കോൺസെൻട്രേറ്റ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. അപ്പം ആക്ച്വലി ഈ ബിസിനസ് പേജിൽ കുറച്ചധികം കാര്യങ്ങളൊന്ന് വായിച്ചാൽ കൊള്ളുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു പേജ് ഇപ്പോഴത്തേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ആൻഡ് ഐ വിൽ ഗോ ടു ദ ന്യൂസ് പേജ്. കാരണം നമുക്കവിടെ ഈ റീജിയണൽ ന്യൂസ് പേജിലൊക്കെ ഒരുപാട് സിമ്പിൾ ന്യൂസ് കിട്ടും വിച്ച് വി ക്യാൻ ആക്ച്വലി സ്കിപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനിത് വായിക്കാം. ബിക്കോസ് ഐ ഫീൽ ദീസ് ന്യൂസ് നീഡ് എ ലിറ്റിൽ മോർ ഓഫ് അറ്റൻഷൻ. ഓക്കെ, എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ എടുക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇവിടെ ഒരു ന്യൂസ്. ഫാർമർ ഗ്രൂപ്പ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എഗെയിൻസ്റ്റ് ഇന്ത്യ US ട്രേഡ് ഡീൽ ഇൻ പഞ്ചാബ്. എഗെയിൻ പ്രൊട്ടസ്റ്റ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ US ട്രേഡ് ഡീലിനെ പറ്റി, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ന്യൂസ് അവർ പ്രൊട്ടസ്റ്റ് നടത്തുന്നതെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇന്ത്യ ആൻഡ് UAE എക്സ്പ്ലോർ വേസ് ടു സ്ട്രെങ്തൻ ഡിഫൻസ് ടൈസ്. നോക്കാം. Man killed on Mumbai local train following altercation. Again, not important. Top court backs lower cutoff in NEET super specialty for admission for government doctors. ഇവിടെ എന്തോ കട്ട് ഓഫ് കുറയ്ക്കുന്ന കാര്യം അവർ പറയുന്നുണ്ട്. The bench of justice being the specialty medical courses must become easier as their healing skills would not be used for personal profit but for the benefit of larger public. Court made the oral observations. Okay. സൂപ്പർ സ്പെഷ്യാലിറ്റി, നീറ്റിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ കേസാണ് കേട്ടോ പറഞ്ഞത്. Supreme Court had agreed that right to associate is no carte blanche for foreign funds. The rules have introduced tougher limits on NGOs too. So this is also something important, I guess. Fiancé lover held in Ketan Agarwal murder case. Then heavy rain triggers landslides, flash flood in Arunachal Pradesh. NMC will phase out PG diploma medical courses from 2027 to 28. ഓക്കെ, സോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് വി ഹാവിൻ കംപ്ലീറ്റഡ് ഇറ്റ്. ബട്ട് ഐ വിൽ കീപ്പ് ഓൺ കംപ്ലീറ്റിങ് ഇറ്റ്. കാരണം ഞാൻ ഇന്ന് കുറച്ചധികം ഈ പൊളിറ്റിക്കൽ ന്യൂസും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് വായിച്ചു. സാധാരണ ഞാൻ വായിക്കുന്നതല്ല. ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് റീഡിങ്. എനിക്കങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല. ഒരുപാട് ടൈം ഞാൻ പൊളിറ്റിക്കൽ ന്യൂസൊക്കെ വായിച്ചെന്നുള്ളൂ. പക്ഷേ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മളതൊക്കെ സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ ആക്ച്വലി ഇപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഞാൻ ഒരു 5 മിനിറ്റ്സ് കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു 1 hour ടൈം ഏകദേശം കഴിയും. സോ ഫോർ ദ ടൈം ബീങ് ഞാൻ ഈ ഒരു ലൈവ് സ്ട്രീമിങ് എൻഡ് ചെയ്യണം. കാരണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour തന്നെ നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ കവർ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഐ ഡിഡിൻ കവർ ബിക്കോസ് ആസ് ഐ സെഡ് ഐ വാസ് ഫോക്കസിങ്. കുറച്ച് പൊളിറ്റിക്കൽ ന്യൂസ് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ വിൽ കണ്ടിന്യൂ. ബട്ട് ഇന്നത്തെ ലൈവ് ഞാനിവിടെ എൻഡ് ചെയ്യണം. ബാക്കി സോ ഇതുപോലെ എന്നത്തെ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് നോക്കാം. ആൻഡ് ഇഫ് പോസിബിൾ അത് കഴിഞ്ഞ 1-2 ലൈവൊന്നും നമുക്ക് ലൈവ് പോയിട്ട് ഞാൻ ചെയ്തിട്ട് പിന്നെ അത് ഫീഡിലോട്ട് വരുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് സം കൈൻഡ് ഓഫ് ഗ്ലിച്ച്. അങ്ങനെ 2-3 ദിവസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ അത് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് കുറച്ച് പേരൊക്കെ ലൈവിലുണ്ടായിരുന്നു. സോ ലെറ്റ് സി വാട്ട് വി ക്യാൻ ഡു. സോ ഇപ്പോഴത്തേക്ക് ബൈ ടു എവ്രി വൺ. വേറെ വീഡിയോസുമായിട്ടൊക്കെ ഇനി കാണാം. സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദി ആസ്പിറൻസ്. സി യു ഓൾ.